പാക്കം കാരേരിക്കുന്ന് നായിക്ക കോളനിയിലെ വിജയൻ കമലാക്ഷി ദമ്പതികളുടെ മകൻ 14-കാരൻ ശരത്തിനാണ് കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റത്. ഞായറാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം. വീട്ടിൽ നിന്നും 500 മീറ്റർ ദൂരെ കടയിൽ നിന്ന് വീട്ടുസാധനങ്ങൾ വാങ്ങി വരികയായിരുന്ന കുട്ടി ഇരുട്ടിൽ കാട്ടാന നിൽക്കുന്നത് കണ്ടില്ല. കോളനിക്ക് തൊട്ടടുത്തെത്തിയപ്പോഴാണ് ആന കുട്ടിയെ ആക്രമിച്ചത്. കാട്ടാന കുട്ടിയെ തുമ്പിക്കൈ കൊണ്ട് എടുത്ത് എറിയുകയാണുണ്ടായത്. ഓടി രക്ഷപ്പെട്ട സുഹൃത്തുക്കൾ കോളനിക്കാരെ വിവരം അറിയിച്ചു. ആന വന്ന് നേരെ ക്രോസ് ആയി പോയി. നേരെ ആന എടുത്ത് ഒറ്റ എറിയായിരുന്നു. പിന്നെ ഞങ്ങൾ പോയി പൊക്കി പിന്നെ ആന അവിടുത്തെ ഓടി വന്നു. അപ്പം തന്നെ ഞങ്ങൾ കൊണ്ടുവന്നു പുള്ളിനെ. അല്ലെ പുള്ളിനെ കൊണ്ടുവന്നിട്ടാണ് ഞങ്ങൾ അവിടെ എത്തി. വീട്ടുകാർ നടത്തിയ തിരച്ചിലിലാണ് വിദ്യാർത്ഥിയെ ഗുരുതര പരിക്കുകളോടെ കണ്ടെത്തിയത്. തുടർന്ന് കുട്ടിയെ പുൽപ്പള്ളി ആശുപത്രിയിലും ഗുരുതരാവസ്ഥയിലായതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിക്കുകയായിരുന്നു. ഇവിടെ ഈ കാരേരി ഭാഗത്തും പാക്കം ഭാഗത്തും ഒക്കെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ വന്യമൃഗശല്യം രൂക്ഷമായിട്ടുണ്ട്. പല തവണയും നമ്മൾ ഫോറസ്റ്റുകാരുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ഫെൻസിങ് നോക്കുന്ന കാര്യങ്ങളും എല്ലാം കറക്റ്റ് പറയുന്നുണ്ട്. പറഞ്ഞിരുന്നാൽ തന്നെ അത് കാര്യക്ഷമമായിട്ട് നോക്കുന്നില്ല, അത് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥയാണുള്ളത്. ശരത്ത് പുൽപ്പള്ളി വിജയ ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.